വെൽക്കം ടു ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8ന്റെ ചാപ്റ്റർ 6 സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുൻപത്തെ ചാപ്റ്റേഴ്സും അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കൊക്കെ ചെക്ക് ചെയ്ത് ആ വീഡിയോസൊക്കെ കാണാം. ആവശ്യമുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കെല്ലാം നിങ്ങൾ അതിനകത്തുനിന്ന് ചെക്ക് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക് ആയിട്ടുള്ള സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സിനെ കുറിച്ചാണ്. അതിലെ സ്ക്വയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അറിവിലുള്ള സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതറിയാം, 4 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുള്ളത് ആണല്ലോ. ഇത് പക്ഷേ ജോമെട്രിയിലെ സ്ക്വയർ ആണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓൾജിബ്രനകത്ത് വരുന്ന സ്ക്വയേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഇൻഡു ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് 2ന്റെ സ്ക്വയർ കാണണം. അപ്പൊ 2 എന്ന നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഇൻഡു ചെയ്യുക. അതായത് 2നെ 2 കൊണ്ട് തന്നെ ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് 2 എന്ന് പറയുന്നത്. അപ്പൊ സ്ക്വയർ ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 2 സ്ക്വയർ. 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എനിക്ക് സ്ക്വയർ ഓഫ് 60 കാണണം. ഓക്കെ, ദെൻ നോക്കാം. സ്ക്വയർ ഓഫ് 60 എങ്ങനെ എഴുതണ്ടേ? 60 സ്ക്വയർ, 60 ഇൻറ്റു 60. അപ്പം ആൻസർ എന്താ വരുന്നത്? 6 ഇൻറ്റു 6 36, ദെൻ 2 0. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെ ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ നമ്പറിനെ അതുകൊണ്ട് തന്നെ ഇൻഡു ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ആ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്ക്വയർ എന്നുള്ളത് ക്ലിയർ ആണല്ലോ. സ്ക്വയറിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുന്നത്? ഇതാ മുകളിലൊരു പവർ 2 എന്നിട്ടിട്ടാണ് നമ്മൾ സ്ക്വയറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ജനറൽ ആയിട്ട് പറയാം. n എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ട് വിചാരിക്കാം. എനിക്ക് ഇതിന്റെ സ്ക്വയർ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? n സ്ക്വയർ ചെയ്താൽ മതി. അതായത് n ഇൻറ്റു n. ക്ലിയർ ആണല്ലോ. n ഇൻറ്റു n, n സ്ക്വയർ ആണ് സ്ക്വയർ ഓഫ് n എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. സ്ക്വയറിന്റെ ഡെഫിനിഷൻ ആണ്: number obtained when a number is multiplied by itself is called square of that number. അതായത് ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എഴുതി നോക്കാം അല്ലേ. നമുക്ക് 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് അറിയാം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. 1ന്റെ സ്ക്വയർ എന്താണ്? 1 ഇൻറ്റു 1 1. 2ന്റെ സ്ക്വയർ 2 ഇൻറ്റു 2 4. Then 3 square 3 into 3 9. 4 square is 4 into 4 16. Next 5 square is equal to 5 into 5 25. 6 square is equal to 6 into 6 36. 7 square is equal to 7 into 7 49. ഇതൊക്കെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് അറിയാം. ഓക്കെ, ദെൻ 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 64. 9 സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 9 ഇസ് ഈക്വൽ ടു 81. 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 100. ക്ലിയർ ആണല്ലോ. അപ്പൊ 10 വരെയുള്ള സ്ക്വയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ അറിയാം. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം. സോ നമുക്ക് ഏത് ചോദിച്ചാലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇത്രയും നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താണ് സ്ക്വയർ എന്ന് മനസ്സിലായല്ലോ. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 11
തൊട്ടുള്ള സ്ക്വയേഴ്സ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 11 സ്ക്വയർ 11 ഇൻറ്റു 11. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 11 ഇൻറ്റു 11 മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുക, ദെൻ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, 20 വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രിക്ക് പറയുന്നത്. 20 വരെയുള്ള എല്ലാ സ്ക്വയേഴ്സിൻ്റെയും എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. 20 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ഓരോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഡെയിലി നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി. സോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ 20 വരെയുള്ളത് നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് 20 വരെയുള്ള സ്ക്വയേഴ്സ്, 20 വരെയുള്ള 30 വരെ പഠിച്ചാൽ അത്രയും നല്ലത്. സോ 20 വരെയെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. 11 സ്ക്വയർ എന്ത് ചെയ്യണം? 11 ഇൻറ്റു 11 നോർമൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1. സോ ദ ആൻസർ ഈസ് 121. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ 12 സ്ക്വയർ എന്ത് ചെയ്യണം? 12 ഇൻറ്റു 12. 12 ഇൻറ്റു 12 എത്രയാ? ദാറ്റ് ഈസ് 144. ഓക്കെ, എനിക്ക് 20 വരെയുള്ളത് അറിയുന്നത് കൊണ്ടാണ് ഞാൻ വേഗം എഴുതുന്നത്. നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്തതിന് ശേഷം മാത്രം അതിന്റെ ആൻസർ എഴുതാം. ഓക്കെ, നിങ്ങൾ ഇതിന്റെ ഒരു നോട്ടായിട്ട് സൂക്ഷിക്കുക. 20 വരെയുള്ള സ്ക്വയേഴ്സ് ഒരുമിച്ച് എഴുതി വെക്കുക. ദെൻ നിങ്ങളത് പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ്? 13 സ്ക്വയർ. ഓക്കെ, 30 ഇൻറ്റു 30 എന്ത് വരും? 13 ഇൻറ്റു 30 is equal to 169. Then 40 square is equal to 14 into 14, that is 196. 15 square is equal to 15 into 15, that is 225. ഓക്കെ, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാനും പെർഫോം ചെയ്യാനും പറ്റും. ഏതൊരു ഉറക്കത്തിൽ ചോദിച്ചാലും 16 സ്ക്വയർ എത്രയാണ്? 256. 14 സ്ക്വയർ എത്രയാണ്? 196. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് പറ്റണം. ഓക്കെ, സോ നിങ്ങളിത് എന്തായാലും പഠിക്കണം. 16 into 16, 256. Then 17 square is equal to 17 into 17, 289. 18 square is equal to 18 into 18 is equal to 324. 19 square is equal to 19 into 19, that is 361. Again 20 square is equal to 20 into 20, 400. Okay, അപ്പോൾ അപ് ടു 20 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത്. ഓക്കെ, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ പ്രോബ്ലംസും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പെർഫെക്റ്റ് സ്ക്വയറിനെ കുറിച്ചാണ്. അപ്പോൾ സ്ക്വയേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പെർഫെക്റ്റ് സ്ക്വയറിനെ കുറിച്ചാണ്. Perfect squares. A perfect square is a number which is obtained by squaring an integer. Okay, അതായത് ഒരു ഇന്റീജറിനെ സ്ക്വയർ ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ പറയാണ് 5. 5ന്റെ സ്ക്വയർ എത്രയാണ്? 5 square is equal to 5 into 5, that is 25. ക്ലിയർ ആണല്ലോ? ഇതേ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാണ്?
21 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ? അതായത് ഇവിടെ 25 എന്ന് പറയുന്നത് ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 25 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. മനസ്സിലായോ? അതായത് 5 into 5 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 25 എന്ന് പറയുന്നത്. സോ 25 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാം. അതേ സ്ഥാനത്ത് 21 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 21 ഏതിന്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആണ്? 7 into 3 ചെയ്യുമ്പോഴാണ് നമുക്ക് 21 കിട്ടുന്നത്. 7ഉം 3യും ഡിഫറെന്റ് ഇൻഡിജേഴ്സ് ആണ്. സോ 7 into 3 ചെയ്യുമ്പോൾ നമുക്ക് 21 കിട്ടുന്നു. പക്ഷെ 21 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സെയിം ഇൻഡിജേഴ്സ് തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഇൻഡിജേഴ്സ് തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്നതിനെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സെയിം ഇൻഡിജേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിനെ പെർഫെക്റ്റ് സ്ക്വയർ എന്നും പറ്റാത്തതിനെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നും പറയുന്നു. ഇനി നമുക്ക് കുറച്ച് പെർഫെക്റ്റ് സ്ക്വയറിന് എക്സാമ്പിൾസ് നോക്കാം. ഏതൊക്കെയാണ്? 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എങ്ങനെയാണ്? 4 into 4 ചെയ്യുമ്പോഴാണ് 16 കിട്ടുന്നത്. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 3 into 3 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 9 കിട്ടുന്നത്. അതേപോലെ നെക്സ്റ്റ് ഒരു നമ്പർ പറയൂ. 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 10 into 10 ചെയ്യുമ്പോഴാണ് 100 കിട്ടുന്നത്. സോ സെയിം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. A perfect square is a number which is obtained by squaring an integer. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതിന് എക്സാമ്പിൾ എന്താ? 32 എന്ന് പറയുന്നത് 8 into 4 ചെയ്യുമ്പോഴാണ് 32 കിട്ടുന്നത്. രണ്ടും ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെയിം നമ്പേഴ്സിന് അല്ലെങ്കിൽ സെയിം ഇൻഡിജേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്നുള്ളത്. ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ? 1, 4, 9, then 20, 16, 25, 36, ഇതൊക്കെയാണ് എക്സെട്ര. ഇതൊക്കെയാണ് എന്ത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. 441 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. 441 പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? ഈ 441നെ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? 441നെ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. സോ 1 time, then 1 remains 14, 4 into 3 12, then ഇവിടെ എന്ത് വരും? 7 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അഗെയിൻ 3ൽ നോക്കാം. then 4 times 12 വരും. 13, 14, 2, 27ൽ 9 വരും. then 7ൽ 49 എത്ര വട്ടം? 7 times. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3 into 3 into 7 into 7. ഓക്കെ, അപ്പോൾ ഇതിൽ 2 എണ്ണം വീതം ഉള്ളതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. ഓക്കെ, ഇവിടെ 2 7 ഉണ്ട്. സോ അതിൽ നിന്ന് ഒരു 7 എടുത്തു. മനസ്സിലായല്ലോ? ഇവിടെ 2 3 ഉണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു 3 എടുത്തു. ഇവിടെ 2 7 ഉണ്ട്. അതിൽ നിന്ന് ഒരു 7 എടുത്തു. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 21 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ 21 into 21 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 441 കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ 441 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്പറിനെ 441 പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്നാണ് നമ്മുടെ ചോദ്യമായിരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? 441നെ ഫാക്ടറൈസ് ചെയ്തു. ഫാക്ടേഴ്സ് എടുത്ത് എഴുതി. ദെൻ ആ ഫാക്ടേഴ്സിനകത്ത് ബോത്ത് നമ്പേഴ്സ് എക്സിസ്റ്റ് ട്വൈസ്, മേക്ക് 2 സെറ്റ്സ്. അതായത് ഇവിടെ 2 നമ്പേഴ്സ് വീതം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സെറ്റ് ആയിട്ട് എടുത്തു. അതിൽ നിന്ന് ഒരു നമ്പർ നമ്മൾ എടുത്തു. ഓക്കെ, അങ്ങനെ എടുത്ത ഈ ഒരു 3നെയും ഈ ഒരു 7നെയും നമ്മൾ എന്ത് ചെയ്തു? ഇൻഡു ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? 21 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ?
അപ്പോൾ 21ന്റെ സ്ക്വയർ ആയിരിക്കും ആര് 441 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 21ന്റെ സ്ക്വയർ ആയിരിക്കും 441 എന്ന് പറയുന്നത്. ഓക്കെ, 21 സ്ക്വയർ എന്ന് പറയുന്നത് 441 ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയേഴ്സ് ആണ്. നമുക്ക് ഒരു പ്രോപ്പർട്ടി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, എ നമ്പർ എൻഡിങ് ഇൻ 2, 3, 7 or 8 ഈസ് നെവർ എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് ഏതെങ്കിലും നമ്പർ 2, 3, 7, 8 എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 2, 3, 7, 8 എന്നുള്ള നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. മനസ്സിലായോ? നോക്കാം നമുക്ക് എക്സാമ്പിൾ. 27ന്റെ എൻഡിൽ നോക്കിയേ 7 ആണ് വന്നിട്ടുള്ളത്. സോ 27 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമുക്ക് നെക്സ്റ്റ് നോക്കാം. 48ന്റെ എൻഡിൽ വന്നിരിക്കുന്നത് 8 ആണ്. സോ നമുക്ക് 48 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. നെക്സ്റ്റ് നോക്കാം. ഇനിയൊരു 133യുടെ എൻഡിൽ വന്നിരിക്കുന്നത് 3 ആണ്. സോ നമുക്കത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് മനസ്സിലാക്കാം. ദെൻ 242ന്റെ എൻഡിൽ വന്നിരിക്കുന്നത് 2 ആണ്. സോ നമുക്ക് അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരു നമ്പർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്ക് എങ്ങനെയാണ്? ആ നമ്പറിന്റെ എൻഡിലോട്ട് നോക്കുക, അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിലോട്ട് നോക്കുക. അവിടെ 2, 3, 7, 8 ഈ നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമുക്ക് കണ്ണടച്ച് പറയാം. അതാണ് സ്ക്വയേഴ്സിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി ആണ് എ നമ്പർ എൻഡിങ് ഇൻ എൻ ഓഡ് നമ്പർ ഓഫ് സീറോസ് ഈസ് നെവർ എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് ഇപ്പൊ നോക്കാം, 20 എന്നൊരു നമ്പർ, 20 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ദ 20 കൺസിഡർ ചെയ്തു. ഇവിടെ നോക്കിയേ എത്ര സീറോസ് ഉണ്ട്? ഒരു സീറോ ഉള്ളൂ. അതായത് ഓഡ് നമ്പർ ഓഫ് സീറോ ആണ് ഇവിടെ ഉള്ളത്. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ പറയാം അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈ ഒരു നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, എ നമ്പർ എൻഡിങ് ഇൻ എൻ ഓഡ് നമ്പർ ഓഫ് സീറോസ്, അതായത് ഓഡ് നമ്പർ ഓഫ് സീറോസിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഒന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രോപ്പർട്ടി മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കാം. ദ സ്ക്വയർ ഓഫ് എൻ ഈവൻ നമ്പർ ഈസ് ഈവൻ. അതായത് ഒരു ഈവൻ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈവൻ നമ്പർ തന്നെയായിരിക്കും എന്ന്. ഓക്കെ, 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 4 ഈസ് അനദർ ഈവൻ നമ്പർ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ദ സ്ക്വയർ ഓഫ് എൻ ഓഡ് നമ്പർ ഈസ് ഓഡ്. ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ തന്നെയായിരിക്കും. 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിട്ടുള്ള 9 തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ സ്ക്വയർ ഓഫ് എ പ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് സ്മോളർ ദാൻ ദ ഫ്രാക്ഷൻ. അതായത് ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആ ഫ്രാക്ഷനേക്കാളും സ്മോളർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത പ്രോപ്പർട്ടി നോക്കാം. If a number has 0, 1, 4, 5, 6 or 9 in the unit place, then it may or may not be a square number. അതായത് ഇപ്പോൾ നമുക്കൊരു നമ്പർ ഉണ്ട്, അതിൻ്റെ യൂണിറ്റ് പ്ലേസ് 21 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഏതാ വന്നിരിക്കുന്നത്? 1 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 21 എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി എ സ്ക്വയർ നമ്പർ, ഒരു സ്ക്വയർ നമ്പർ ആവാനായിട്ട് സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മേ ഓർ മേ നോട്ട് ബി, ആകാം ആകാതിരിക്കാം. ഓക്കെ, പിന്നെ നോക്കാം അടുത്തൊരു എക്സാമ്പിൾ. 49, ഇവിടെ എൻഡിൽ വന്നിട്ടുള്ളത് 9 ആണ്. ഇതൊരു സ്ക്വയർ നമ്പർ ആണ് അല്ലോ. 7 × 7 ചെയ്യുമ്പോഴാണ് നമുക്ക് 49 കിട്ടുന്നത്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. 16 നോക്കൂ, എൻഡിൽ 6 ആണ് വന്നിട്ടുള്ളത്. 4 × 4 ആണ് 16 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ക്വയർ നമ്പർ ആണ്. അതേ സ്ഥാനത്ത്
26 വന്നാലോ? പക്ഷെ ഇതൊരു സ്ക്വയർ നമ്പർ അല്ല. ഓക്കെ, ദെൻ വേറൊരു നമ്പർ 25 യൂണിറ്റ് പ്ലേസിൽ 5 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു സ്ക്വയർ നമ്പർ ആണ്. മനസ്സിലായോ? അപ്പോൾ 1 4 5 6 9 ഇതൊക്കെ യൂണിറ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്ക്വയർ നമ്പർ ആകാം, ആകാതിരിക്കാം. ഓക്കെ, if a number has 2 3 7 or 8 in its unit place, then it is not a square number. അസ്ഥാനത്ത് 2 3 7 8 ആണ് യൂണിറ്റ് പ്ലേസിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ 8 ആണ് വന്നിട്ടുള്ളത്, ഇതൊരിക്കലും ഒരു സ്ക്വയർ നമ്പർ ആവില്ല. അതുപോലെ 47 ഇതൊരിക്കലും ഒരു സ്ക്വയർ നമ്പർ ആവില്ല. 22 2 ആണ് യൂണിറ്റ് പ്ലേസിൽ, ഇതൊരിക്കലും ഒരു സ്ക്വയർ നമ്പർ ആവില്ല. നെക്സ്റ്റ് നോക്കൂ, 103 3 ആണ് യൂണിറ്റ് പ്ലേസിൽ വന്നിട്ടുള്ളത്, ഇതൊരിക്കലും ഒരു സ്ക്വയർ നമ്പർ ആവില്ല. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ്? 2 3 7 8 ഇതൊക്കെ യൂണിറ്റ് പ്ലേസിൽ വരാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നോട്ടത്തിൽ തന്നെ പറയാം ആ ഒരു നമ്പർ ഒരു സ്ക്വയർ നമ്പർ അല്ല. 147 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറയാന്ന് വെച്ചാൽ നോക്കാം. ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ വന്നിട്ടുള്ളത് 7 ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സ്ക്വയേഴ്സിന്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് 2 3 7 or 8 എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്ക്വയർ നമ്പർ അല്ല. അപ്പൊ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം 147 ഒരു സ്ക്വയർ നമ്പർ അല്ല. ഓക്കെ, ദെൻ അതേ സ്ഥാനത്ത് ഒരു 169 വന്നു എന്ന് വിചാരിക്കുക. ഇത് നോക്കി, ഇവിടെ യൂണിറ്റ് പ്ലേസിൽ വന്നിട്ടുള്ളത് ആരാണ്? 9 ആണ്. അപ്പൊ മുൻപത്തെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് പ്ലേസിൽ 1 4 5 6 9 0 ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ക്വയർ നമ്പർ ആകാനും ആകാതിരിക്കാനും ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ 169 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലോട്ട് പോവാം. If a number has 1 or 9 in unit place, then its square ends in 1. അതായത് ഇപ്പോൾ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക 21. ഓക്കെ, അപ്പൊ 21 എന്നുള്ള നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ ആരാ വന്നിട്ടുള്ളത്? 1 ആണ്. ഇങ്ങനെ 1 9 യൂണിറ്റ് പ്ലേസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 21 × 21. The answer is 441. ഓക്കെ, അപ്പൊ 441 എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് ഏതിലാണ്? 1-ലാണ്. ക്ലിയർ ആണല്ലോ? ഇതേപോലെ തന്നെ നമുക്കൊരു നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 9 ഇപ്പോ യൂണിറ്റ് പ്ലേസിൽ 9 ആണ് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോ 19 ചെക്ക് ചെയ്യാം. 19 × 19 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്ത് കണ്ടുപിടിച്ചതാണ്, 361 ആണ്. ഓക്കെ, കണ്ടോ? ഇതിന്റെ ആൻസറിൽ എൻഡിൽ 1 വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ യൂണിറ്റ് പ്ലേസ്, ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ 1 or 9 വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ കാണുമ്പോൾ ആ സ്ക്വയറിൽ എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കും. ആ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കും. അതാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത പ്രോപ്പർട്ടി, if a square number ends in 6, the number whose square it is will have either 4 or 6 in unit place. ഓക്കെ, അതായത് 6-ൽ എൻഡ് ചെയ്യുന്ന ഒരു സ്ക്വയർ നമ്പർ. ഓക്കെ, the number whose square it is will have either 4 or 6 in unit place. അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 4 or 6, അതായത് ഏതെങ്കിലും ഒരു നമ്പർ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 4 or 6 വരാണെങ്കിൽ അതിന്റെ സ്ക്വയർ നമ്പർ എന്തായിരിക്കും? 6-ൽ എൻഡ് ചെയ്യുന്നതായിരിക്കും. എക്സാമ്പിൾ നോക്കാം. 16ന്റെ സ്ക്വയർ എത്രയാണ്? 256. കണ്ടോ? അപ്പോൾ ഈ 16 എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസിൽ ആരാ വന്നിട്ടുള്ളത്? 6 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ക്വയർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് എൻഡ് ചെയ്യുന്നത് 6-ലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 14 സ്ക്വയർ
ഇതെന്ന് പറയുന്നത് 196 ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ ഈ ഒരു നമ്പർ 14ന്റെ യൂണിറ്റ് പ്ലേസിൽ ആരാ വന്നിട്ടുള്ളത്? 4 ആണ് വന്നിട്ടുള്ളത്. സോ അതിന്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 6ലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ 4ഓ 6ഓ ഒരു നമ്പറിൽ വന്നിട്ടുണ്ടെങ്കിൽ, അത് യൂണിറ്റ് പ്ലേസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ നമ്മൾ കാണുമ്പോൾ, ആ നമ്പറിന്റെ സ്ക്വയർ നമ്മൾ കാണുമ്പോൾ അതിന്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് ഏതിലായിരിക്കും? 6ലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഇതിനൊക്കെ മോർ എക്സാമ്പിൾസ് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിക്സ് ടു ഫൈൻഡ് സ്ക്വയേഴ്സ്, അതായത് സ്ക്വയേഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ട്രിക്സ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് 1 to 100 വരെയുള്ള സ്ക്വയേഴ്സ് കാണാനായിട്ടുള്ള ഒരു സൂപ്പർ ട്രിക്കാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാവോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു നമ്പറിന്റെ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. എനിക്ക് ഫസ്റ്റ് കാണേണ്ടത് 51ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, 51ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് നോർമലി കാണാം? 51 × 51 എന്നൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കാണാം. 51 × 51 എന്ന് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ നോർമലി കാണാം. അപ്പൊ ഈ ഒരു ട്രിക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണും 51ന്റെ സ്ക്വയർ? നോക്കാം. ആദ്യം 51ലെ യൂണിറ്റ് പ്ലേസിൽ ആരാ കിടക്കുന്നത്? 1 ആണ് കിടക്കുന്നത്. 1ന്റെ സ്ക്വയർ കാണാം. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. സോ നമ്മൾ അതൊരു 2 ഡിജിറ്റിൽ എഴുതി, അതായത് 0 1. ഓക്കെ, ദെൻ 5ന്റെ സ്ക്വയർ കാണാം. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അത് നമ്മൾ ഈ സൈഡിലോട്ട് എഴുതി. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? 5 × 1 × 2 ചെയ്തു. അതായത് ഈ ഒരു 51 എന്ന് പറഞ്ഞ നമ്പറിനകത്തെ ഡിജിറ്റ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 5 × 1 5. ദെൻ അതിനെ നമ്മൾ ഈ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 5 × 1 5, 5 × 2 10. ആ 10 നമ്മൾ നടുക്കിൽ എഴുതി. ഓക്കെ, ദെൻ നമ്മൾ ഇത് ആഡ് ചെയ്യാം. 1 0 0 0 5 1 5 + 1 6, then 2 ഇറക്കി 2. ആൻസർ ഈസ് 2601. ഓക്കെ, അപ്പോൾ 51ന്റെ സ്ക്വയർ എത്രയാണ്? 2601. എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇത് നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കൊരു വേറൊരു എക്സാമ്പിൾ കൂടെ ചെക്ക് ചെയ്യാം. 61ന്റെ സ്ക്വയർ ആണ് ഞാൻ കാണാൻ പോകുന്നത്. ദെൻ ആദ്യം എന്ത് ചെയ്യണം? 61ലെ 2 ഡിജിറ്റ്സ് ആണുള്ളത്, 6ഉം 1ഉം. സോ അതിലെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 1ന്റെ സ്ക്വയർ കാണാം. 1ന്റെ സ്ക്വയർ ഈസ് 1 തന്നെയാണ്. സോ നമ്മളത് 0 1 എന്ന് എഴുതി. ഓക്കെ, ദെൻ 6ന്റെ സ്ക്വയർ കാണാം. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. ഓക്കെ, ദെൻ ഇത് 61നകത്ത് ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടുന്നത്? 6 × 1 6 തന്നെയാണ് കിട്ടുന്നത്. സോ അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 6 × 1 6 × 2 12 എന്ന് കിട്ടും. ആ 12 നമ്മൾ ഇവിടെ എഴുതി. ദെൻ നമ്മൾ ഇത് ആഡ് ചെയ്യാം. 1 2 7 3. ആൻസർ ഈസ് 3721. ക്ലിയർ ആണല്ലോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. 47 സ്ക്വയർ. അപ്പൊ 47 എന്നുള്ള നമ്പറിനകത്ത് 2 ഡിജിറ്റ് ആണുള്ളത്. ഏതൊക്കെയാണ്? 4ഉം 7ഉം. സോ നമ്മൾ ആദ്യം 7ന്റെ സ്ക്വയർ കാണാം. അത് എത്രയാണ്? 49. ദെൻ നെക്സ്റ്റ് 4ന്റെ സ്ക്വയർ കാണാം. 4ന്റെ സ്ക്വയർ എത്രയാണ്? 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ എന്ത് ചെയ്യണം? ഇതിനകത്തെ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 4 × 7 × 4 × 7 എത്രയാണ്? 28 ആണ്. 28 × 2 ചെയ്യാം. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 56. ആ 56 നമ്മൾ ഇവിടെ ഇടാം. ദെൻ ഇത് ആഡ് ചെയ്യാം. 9 കിട്ടും. 6 + 4 10.
then 1 remains 7. 7 plus 5 എന്ന് പറയുന്നത് എത്രയാണ്? 12. 2 then okay 2209 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഡിജിറ്റ്സ് നോക്കുക. ഡിജിറ്റ്സിൽ ഫസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ കാണാം, സെക്കൻഡ് ഡിജിറ്റിന്റെ സ്ക്വയർ കാണാം. അതിനൊക്കെ ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ട്, അവിടെ തന്നെ എഴുതാം. ദെൻ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഒരു കിട്ടുന്ന ആൻസറും സമ്മും നമ്മൾ കറക്റ്റ് പൊസിഷനിൽ എഴുതി ആഡ് ചെയ്യാം. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്വയർ 23യുടെ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് 2 ഡിജിറ്റ്സ് ഉള്ളത് 2ഉം 3ഉം. അപ്പോൾ 3യുടെ സ്ക്വയർ കണ്ടു. 3യുടെ സ്ക്വയർ 9 ആണ്. സോ നമ്മൾ 0 9 എന്ന് എഴുതി. ദെൻ 2ന്റെ സ്ക്വയർ കാണാം, അത് എത്രയാണ്? 4 ആണ്. സോ നമ്മൾ 0 4 എന്ന് എഴുതി. ദെൻ ഈ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ്? 2 × 3 × 2. ഇത് ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2 × 3 × 2 എത്രയാണ് കിട്ടുന്നത്? 12 ആണ് കിട്ടുന്നത്. സോ നമ്മൾ 12 എന്ന് എഴുതി. ദെൻ ഇത് ആഡ് ചെയ്യാം. ഓക്കെ, ആൻസർ എത്രയാണ്? 529. ക്ലിയർ ആണല്ലോ? നമുക്കൊരു എക്സാമ്പിളും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 32 സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്രയാണ്? 04. 3ന്റെ സ്ക്വയർ 09. ദെൻ 3 × 2 6. 6 × 2 12. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് 1 to 100 വരെയുള്ള ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഈ ട്രിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു ട്രിക്കും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇപ്പം നമ്മൾ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാനായിട്ട് പഠിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 102. എനിക്ക് ഇതിൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ ഇതിനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 102. 102ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? 104. ഓക്കെ, ദെൻ ഈ 102ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ കിട്ടുന്നതെന്ന് 100 ആണല്ലോ. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 100ഉം 104ഉം ഇൻഡു ചെയ്യാം. സോ ദ ആൻസർ ഈസ് 104 × 100 ചെയ്യുക. സോ നമുക്ക് 2 zeros ഇട്ട് കൊടുത്താൽ മതി. കിട്ടിയല്ലോ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പം എത്ര കിട്ടും? 4 കിട്ടും. ആ 4 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. സോ ദ ആൻസർ ഈസ് 10404. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായല്ലോ ഈ ട്രിക്കില്? ആദ്യം നമ്മൾ എന്താ ചെയ്തത്? 102 സ്ക്വയർ ആണ് എടുത്തത്. ദെൻ നമ്മൾ ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ട് എങ്ങനെ എഴുതി? 102, അതായത് 102ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ കിട്ടുന്നത് ഇവിടെ എഴുതി. ദെൻ 102ൻ്റെ കൂടെ, അതായത് ഇവിടെ യൂണിറ്റ് പ്ലേസിൽ ആരാ കിടക്കുന്നത്? 2 ആണ് കിടക്കുന്നത്. ആ യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിനെയാണ് നമ്മളിവിടെ ആഡ് ചെയ്തതും മൈനസ് ചെയ്തതും. മനസ്സിലായോ? ദെൻ അങ്ങനെ കിട്ടുന്ന ആൻസേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ നമ്മൾ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഉപയോഗിച്ച നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു. അങ്ങനെ ആ 4ഉം കൂടെ ഈ 4ഉം കൂടെ സമ്മ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടിയത്. ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, 23 സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ഇവിടെ യൂണിറ്റ് പ്ലേസിൽ ആരാണ്? 3 ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യാം? +3 ഇവിടെ ചെയ്യാം. 23ന് കൂടെ +3 ചെയ്താൽ 26. ദെൻ 23ന്ന് -3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 20. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം? 20 × 26 ചെയ്യാം. 20 × 26 എന്ന് പറയുമ്പോൾ 26 × 2 ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ 20 × 26 എന്ന് പറയുന്നത് 520 ആണ്. ദെൻ ഈ 3യും ഇവിടുത്തെ 3യും ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 9 കിട്ടും. അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. സോ ദ ആൻസർ ഈസ് 529. ക്ലിയർ ആണോ?
നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 104. ഓക്കെ, 104ന്റെ സ്ക്വയർ ആണ് എനിക്ക് കാണേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ യൂണിറ്റ് പ്ലേസിൽ ആരാണ്, 4 ആണ്. ദെൻ ഇവിടെ +4 ചെയ്തു, ഇവിടെ -4 ചെയ്തു. ഓക്കെ, അപ്പൊ +4 ചെയ്യുമ്പോൾ 108 എന്ന് കിട്ടും, -4 ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടും. സോ നമ്മൾ ഇതിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 100 × 108 അത് എത്രയാണ് കിട്ടുന്നത്, 10800. ദെൻ ഇവിടെ +4 ആണ്, ഇവിടെ 4 ആണ്. ഈ രണ്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 8 കിട്ടും. സോ നമ്മൾ ഈ 8നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇതാണ്. ക്ലിയർ ആണല്ലോ? അപ്പം എങ്ങനെയാണ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയറിംഗ് ഓഫ് നമ്പേഴ്സ് എൻഡിങ് വിത്ത് 5. അതായത് 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. 95 സ്ക്വയർ എനിക്ക് ട്രിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം, ഈസി ആയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കുക, 5ന്റെ സ്ക്വയർ എത്രയാ, 25. ദെൻ നോക്കാം 9 കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത നമ്പർ ഡിജിറ്റ് ഏതാണ്, 9 ആണ്. 9 കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഡിജിറ്റ് ഏതാണ്, 10 ആണ്. ജസ്റ്റ് ആഫ്റ്റർ 9 10 കംസ് ആണല്ലോ. 9 കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാണ്, 10 ആണ്. അപ്പോൾ ആ നമ്പർ കൊണ്ട് ജസ്റ്റ് ആഫ്റ്റർ 9 10 കംസ്. സോ ആ 10 കൊണ്ട് ഈ 9 ഇൻറ്റു ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും, 9 × 10 90 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ എങ്ങനെ ഇത് പ്ലേസ് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 എഴുതാം. ദെൻ 9 എന്ന് പറഞ്ഞ ഡിജിറ്റ് കഴിഞ്ഞ് വരുന്നത് 10 ആണ്. സോ 10 × 9 ചെയ്തപ്പോൾ നമുക്ക് 90 കിട്ടി. ആ 90 ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് 95 സ്ക്വയർ. അതിൻ്റെ ആൻസർ 9025. ഓക്കെ, നമുക്ക് വേറൊരു നമ്പറും കൂടെ ചെക്ക് ചെയ്യാം. 85 സ്ക്വയർ. ഫസ്റ്റ് എന്ത് ചെയ്യണം, 5ന്റെ സ്ക്വയർ അത് എത്രയാണ്, 25. അപ്പോൾ ആദ്യം നമ്മൾ 25 എന്ന് പ്ലേസ് ചെയ്തു. ദെൻ 8 ആണ് അടുത്ത ഡിജിറ്റ് ആണല്ലോ. 8 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതാണ്, 9 ആണ്. അപ്പോൾ നമ്മൾ 8 × 9 ചെയ്യാം. 8 × 9 എത്രയാണ്, 72. ദെൻ നമ്മൾ നെക്സ്റ്റ് ഇവിടെ 72 പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് 85 സ്ക്വയർ എന്ന് പറയുന്നത് 7225 ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു നമ്പറും കൂടെ നോക്കാം. 45 സ്ക്വയർ. ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതാം, 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25. ദെൻ 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതാണ്, 5 ആണ്. ആ നമ്പർ കൊണ്ട് 4നെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 4 × 5 20. ദെൻ 20 ഇവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് 45ന്റെ സ്ക്വയർ. ഓക്കെ, നമുക്ക് മോർ എക്സാമ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 65 സ്ക്വയർ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 എഴുതാം. ഈ 5ന്റെ സ്ക്വയർ. ദെൻ ഇവിടെ നെക്സ്റ്റ് ഡിജിറ്റ് ഏതാണ്, 6 ആണ്. 6 കഴിഞ്ഞ് വരുന്ന അടുത്ത നമ്പർ ഏതാണ്, 7 ആണ്. അപ്പോൾ 7 കൊണ്ട് 6നെ ഇൻറ്റു ചെയ്യുക. 6 × 7. ഓക്കെ, 42. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. 55 സ്ക്വയർ. ഫസ്റ്റ് 25 പ്ലേസ് ചെയ്തു. 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന നമ്പർ 6 ആണ്. 6 × 5 30. ദെൻ 35 സ്ക്വയർ. 25 പ്ലേസ് ചെയ്തു. ദെൻ 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 4 ആണ്. 4 × 3 12. ഓക്കെ, നെക്സ്റ്റ് 25 സ്ക്വയർ. ഫസ്റ്റ് 25 പ്ലേസ് ചെയ്തു. ദെൻ 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന നമ്പർ 3 ആണ്. 3 × 2 6. 625. ദെൻ 50 സ്ക്വയർ.
5ന്റെ സ്ക്വയർ 25 ആണ്. 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന നമ്പർ 2 ആണ്. 2 × 1 ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന ചാപ്റ്ററിനകത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, പാർട്ട് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.